പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്പാർട്ടം മിത്സ് പാർട്ട് 6. നന്നായിട്ട് കുനിഞ്ഞു മുറ്റം അടിച്ചു വരുന്നവർക്ക് പ്രസവം വളരെ എളുപ്പമായിരിക്കും എന്നൊരു ധാരണ പൊതുവെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു കുറ്റിച്ചോലെടുത്ത് അവരെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് വലിയ കാര്യമായിട്ട് കാണുന്നവരുണ്ട്. ഇത്രത്തോളം മുറ്റം അടിച്ചു വരുന്നു അത്രത്തോളം നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും അതൊക്കെ സഹിച്ച് മണിക്കൂറുകളോളം മുറ്റം അടിച്ചു വരുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോ പെയിൻ നോ ഗെയിൻ എന്ന തിയറി പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. ഒരു ചെറിയ ചൂലും കൊണ്ട് നിങ്ങൾ മുറ്റം അടിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ പോസ്ചർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മുട്ട് വളയാതെ നടു മാത്രം വളച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയം നിന്ന് അടിച്ചു വരികയാണ്. ഓൾറെഡി നട്ടലിന് അത്ര സേഫ് ആയിട്ടുള്ള പോസ്ചർ അല്ല ഇത്. നിങ്ങളുടെ ബെല്ലിയുടെ വെയിറ്റ് നട്ടലിന് മുകളിൽ കൂടുതലായിട്ട് നിൽക്കുന്ന ടൈമുമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ നട്ടലിന് പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ജോലിയും ചെയ്യേണ്ട എന്നല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത പെയിൻഫുൾ ആയിട്ടുള്ള പോസ്ചറിൽ നിന്നുകൊണ്ട് ജോലികൾ ചെയ്യേണ്ട ആവശ്യമില്ല. മുറ്റം അടിച്ചു വാരി എന്ന് കരുതി പ്രസവം വളരെ എളുപ്പമാകുമൊന്നുമില്ല. അതേസമയം അതായത് ഈ ഒരു പോസ്ചറിൽ മുട്ട് വളയാതെ നടു മാത്രം വളച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികൾ, മുറ്റം അടിച്ചു വരിക, അലക്ക് കല്ലിൽ തുണി അലക്കുക തുടങ്ങിയ ജോലികൾക്ക് പകരം മുട്ട് വളച്ചുകൊണ്ട് നിലത്ത് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക.